ഞാനിപ്പോ ഈ ഒരു കാര്യം പറയാനുള്ള മെയിൻ കാരണം, ഞാൻ പോയ സ്ഥലം എനിക്കറിയില്ല, എന്റെ കയ്യിൽ ഫോണില്ല, അയൽവക്കം ഒന്നും, വീടില്ല. ഒരു സ്ഥലത്ത് പോയി ഒരു കള്ളുടിയൻ ചേട്ടന്റെ വീട്ടിലോട്ടാണ് ഞാൻ കേറി പോകുന്നത്. അയാൾ എന്നെ കയറി പിടിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്തിട്ടും വിടുന്നില്ല. ഇയാളുടെ കാല് കൊണ്ട് ഇയാൾ എന്നെ മടക്കി വെച്ചേക്കുവാ. എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അയാളൊരു പ്രാന്തനാന്നാ പിന്നെ ഓടി രക്ഷപ്പെട്ട സമയത്ത് അയൽവക്കക്കാര് പറഞ്ഞ. ഇന്നും എനിക്കതൊരു ട്രോമയാണ്. കാരണം അയാൾ സമയത്ത് ഒരു പത്രത്തിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ്, +2 കഴിഞ്ഞ സമയത്ത് പത്രത്തിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ജോലിയുടെ കാര്യമായിട്ട് പോകുന്നത്. ഒരു പാർട്ട് ടൈം എങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇപ്പോഴല്ല, കുറെ വർഷം മുമ്പ്. അന്നേരം ഈ കമ്പനി മൂവാറ്റുപുഴയിലാണ്, ഈ നിർമ്മല കോളേജിന്റെയൊക്കെ ഇപ്പുറത്ത്. ആദ്യമായിട്ടാണ് ഞാൻ എറണാകുളത്ത് വരുന്ന സമയമാണ് കേട്ടോ. ഇതുവഴിയാണ് ഞാൻ എറണാകുളത്തോട്ട് വരുന്നത്. അന്നേരം ഈ കമ്പനിയിലെ സേവന എന്ന പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഹിന്ദുസ്ഥാൻ പവർ അങ്ങനെ എന്തോ ഒരു കമ്പനിയാണ്. വിജയകുമാർ എന്ന് പറയുന്ന ഒരു അന്നേരം ആ ഹെഡ്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ കണ്ടിട്ട് സോഷ്യൽ മീഡിയക്കകത്തും ഭയങ്കരമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഭയങ്കരമായിട്ട് ഒരു വീഡിയോ പ്രചരിച്ചു. ആ പ്രചരിച്ച വാർത്ത അത് പിന്നീട് വലിയ വാർത്തയായി. വേറൊന്നുമല്ല, എന്തോ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് ബെൽറ്റ് കൊണ്ട് കെട്ടി മാർക്കറ്റിങ്ങിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല എങ്കിൽ ക്രൂരമായിട്ടുള്ള, നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും നമ്മൾ കേട്ടു. അത് കണ്ടിട്ട് നമ്മളെ മൂക്കത്ത് വിരൽ വെച്ചു, ഇതെന്താ സംഭവം എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള അനുഭവമാണ്. ഡയറക്റ്റായിട്ട് എന്നെ സംസാരിക്കുകയാണ്. അത് എന്താണോ ആ കുട്ടി പറയാനുള്ളത് ലൈവിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇനി ഒരു പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ ആരും ഇതിനകത്ത് പോയി ചതിക്കുഴിക്കകത്ത് വീടരുത് എന്നുള്ളൊരു ഇൻറ്റൻഷനോടുകൂടി എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവരെ ഡയറക്റ്റായിട്ട് വിളിക്കാൻ പോവുകയാണ്. വിളിച്ചിട്ട് നമുക്ക് എന്താണെന്നുള്ള കാര്യം വിശദമായിട്ട് ചോദിക്കാം. ഹലോ. കേക്കാം ചേട്ടാ, കേക്കാം. അത് സംഭവം എന്താന്ന് വെച്ചാൽ, ഞാനൊരു +2 പഠിച്ചിറങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു പത്രത്തിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു 9,000 രൂപയാണ് അതിന്റെ സാലറി പറഞ്ഞേക്കുന്നത്. മൂവാറ്റുപുഴയ്ക്ക് അടുത്താണ് ഓഫീസ് വരുന്നത്, ഓഫീസ് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ഞാനും എന്റെ അമ്മയും കൂടെ മൂവാറ്റുപുഴ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇടുക്കിയിലുള്ളതാണ്. സ്ഥാപനത്തിന്റെ പേര് സേവന എന്നാ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഹിന്ദുസ്ഥാൻ പറഞ്ഞ സേവന എന്ന. അതിന്റെ ഒരു പുള്ളിയുടെ പേര് ഞാൻ പാനിക് ആയതുകൊണ്ട് എനിക്ക് ആ പേര് വരുന്നില്ല. ഞാൻ പറഞ്ഞു വരുമ്പോ വരും. സംഭവം എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ അവിടെ പോയപ്പോഴത്തേക്കും പുള്ളി എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, കാരണം ഇത് ഓഫീസ് വർക്കൊക്കെ ആയിരിക്കും, അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഫോൺ തരത്തില്ല, നിങ്ങൾ പൊക്കോളൂ, കുട്ടികൾ ഇപ്പൊ ഇത്രയും ഗേൾസ് ഒക്കെ ഉണ്ടല്ലോ. അവിടെ ഞാൻ പോകുന്ന സമയത്ത് ഒരു 10-25ഓളം പെൺകുട്ടികളും ആൺകുട്ടികളും കൂടെ 10-25ഓളം ആൾക്കാരുണ്ടായിരുന്നു. എല്ലാരും എന്റെയൊക്കെ ഒരു പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ ആലോചിക്കണം, കൂടിപ്പോയ ഒരു 25ന്റെ താഴെ ഉണ്ടാവുള്ളൂ. കൂടിപ്പോയാൽ 25-26 അതിന്റെ താഴെ എന്തായാലും ഉണ്ടാവുള്ളൂ. അപ്പോ അവിടെ ഒരു ട്രെയിനിങ് നടക്കുമായിരുന്നു ഞങ്ങൾ പോയപ്പോഴത്തേക്കും. അപ്പൊ അമ്മയുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞു, ഇങ്ങനെയാന്ന് പറയുന്നത്, ഓഫീസ് ജോലിയാണ്, വേറെ ഒന്നും പേടിക്കാനില്ല, പെൺപിള്ളേരൊക്കെ ഉള്ളതാണ്, നിങ്ങളൊന്നും പേടിക്കേണ്ട, സേഫ് ആണ്, പൊയ്ക്കോളൂ, ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞോളാന്ന് പറഞ്ഞ അമ്മയെ പറഞ്ഞയച്ചു. ഞാൻ പോയത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ തൊട്ടടുത്തുള്ള ഒരു വീടാണ് അത്. ശരിക്കും അതൊരു വീടായിരുന്നു. അപ്പോ ഞങ്ങൾ അവിടെ പോകുന്നു. ഞാൻ പോയ സമയം ഇച്ചിരി വൈകിയത് കാരണം ഞങ്ങൾക്കൊരു റൂം എടുത്തിട്ട് പറഞ്ഞു, ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഓഫീസിലോട്ട് കയറിയാൽ മതി എന്നാണ് അവിടുത്തെ 2 സ്റ്റാഫ് പറഞ്ഞത്. അത് രണ്ടുപേരും മാനേജർമാരായിരുന്നു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം ജോലിക്ക് കയറുവാണ്. ജോലിക്ക് കയറുമ്പോഴാണ് അറിയുന്നത് അത് ഫീൽഡ് വർക്കാണ്. നമ്മളടുത്ത് ഓഫീസ് ജോലി എന്നാണ് പറയുന്നത്, പിന്നെയാണ് പറയുന്നത് ഫീൽഡ് വർക്കാണ്. നമുക്ക് ഇത്രയും കുറച്ച് സാധനങ്ങൾ, പഞ്ചസാര, തേയില, അങ്ങനത്തെ കുറെ സാധനങ്ങളാണ് തരുന്നത്. എന്തിന്റെ ഇതൊക്കെ വിറ്റിട്ട് ഇപ്പൊ ഒരു ടാർഗറ്റ് തരും. പോകുമ്പോ ഇതൊന്നും പറയുന്നില്ല കേട്ടോ. നമ്മുടെ ഇന്റർവ്യൂ പേര് സേവന എന്നാണ്. ഇതിന്റെ തന്നെ പല പേരുകളിലാണ് സംഭവം. ഇതെല്ലാം ഒരേ സ്ഥാപനം തന്നെയാണ്, പല പേരുകളിലാണ്. ഹിന്ദുസ്ഥാൻ പവർ എന്നെന്തോ ആണ് ഈ സ്ഥാപനത്തിന്. അങ്ങനെയാണ്. കാരണം ഇത് ഓരോ രീതിയിൽ കണക്റ്റഡ് ആയിട്ട് പല ജില്ലകളിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുവാണ്. ഇപ്പൊ ആലപ്പുഴയുണ്ട്, തൃശ്ശൂരുണ്ട്, എറണാകുളത്തുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട്. കാരണം എന്റെ വീട്ടിൽ തന്നെ പല പ്രാവശ്യം ഇങ്ങനത്തെ പിള്ളേര് വന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് എന്റെ അനുഭവം, ദൈവത്തെ ഓർത്ത് ഇവിടെ നിൽക്കരുതെന്ന്. ചേട്ടാ, ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ അവിടെ പോകുമ്പോൾ സമയത്ത് നമ്മുടെ പ്രായമുള്ള കുറെ ചെറുക്കന്മാരായിരിക്കും. ചെറുക്കന്മാരും പെൺപിള്ളേരും കൂടി ഒരേ സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെ പല തരത്തിലുള്ള പീഡനങ്ങളാണ് നടക്കുന്നത്. ശരിക്കും
പുരുഷന്മാരും പെൺകുട്ടികളും ഒരേ സ്ഥലത്ത് താമസിക്കുന്നത്. ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത്. മാത്രം രാത്രിയാവുന്ന സമയത്ത് അവര് മാറ്റും, രാത്രിയിൽ മാത്രം മാറ്റും. ബാക്കി എല്ലാ സമയവും ഇവരെല്ലാരും ഒരുമിച്ച് തന്നെയാണ്. ഞാൻ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ അസിസ്റ്റന്റ് മാനേജറിന്റെ പേര് സൗമ്യ എന്നാണ്, രഞ്ജിത്ത് എന്നാണ് വേറൊരു അസിസ്റ്റന്റ് മാനേജറിന്റെ പേര്. ഒരു മെയിൻ ട്രെയിനറിന്റെ പേരെന്ന് പറയുമ്പോൾ ശരത്തും റംഷി പിന്നെ വിഷ്ണു എന്നൊക്കെയാണ് പേര്. ഇതിലൊരു ഹെഡും കൂടെ ഉണ്ട്, വിജയകൃഷ്ണൻ, വിജയ അങ്ങനെ ഒരു പേരുള്ള ഒരു ഹെഡും, വിജയകുമാർ, റൈറ്റ്, വിജയകുമാർ. പുള്ളിക്കാരൻ ഒരു വെളുത്തിട്ട് ഒരു ഭയങ്കര ഏജ്ഡ് ഒന്നും അല്ലാത്ത ഒരു 40 വയസ്സിന്റെ അടുത്തൊക്കെ പ്രായം വരുള്ളൂ ഞാൻ നിൽക്കുന്ന സമയത്ത് കേട്ടോ. പുള്ളിക്കാരൻ വെൽ റിച്ച് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോ പുള്ളിക്കാരൻ രാവിലെ വരും, മീറ്റിംഗിൽ വരും, ഇത്രയും രൂപയാണ് നിങ്ങളുടെ ടാർഗറ്റ്, ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ജ്യൂസ് വിന്നർ ആണ്. നിങ്ങൾ പിന്നെ ഈ അന്നത്തെ ദിവസം നിങ്ങൾ എന്ത് പറയുന്നോ അതാണ് ആ ബാക്കിയുള്ളവർ കൂടി അനുസരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരിയായിട്ട് നിർത്തും. എന്ന് വെച്ചാൽ ഈ പട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിർത്തത്തില്ലേ, അതുപോലെ ഒരു 3-4 റിംഗ് ആയിട്ട് വരിയായിട്ട് നിർത്തിയിട്ട് അവരെ കൊണ്ട് ഈ വന്ന ഓരോരുത്തർ വീതം ഈ തോറ്റു നിൽക്കുന്നവരെ തുപ്പണം, അടിക്കണം, ബെൽറ്റുമാറി ഷൗട്ട് ചെയ്യണം. മീൻസ് അടിക്കാന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ അടുത്ത് പോയി അടിക്കുക, നാണം ഉണ്ടോടോ, നിനക്ക് ഉളുപ്പുണ്ടോടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മയെ കൂട്ടി തെറി വിളിക്കുക, നമ്മുടെ അച്ഛനെ കൂട്ടി തെറി വിളിക്കുക, എന്ത് വേണമെങ്കിലും ഈ ജയിച്ചു വന്ന ആൾക്കാർ ഈ ഉപദ്രവം ഉണ്ട്. എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ബാക്കി ഫുള്ളായിട്ട് കേട്ടാ. എന്നിട്ട് ഒരുപാട് ഉപദ്രവിച്ചതിന് ശേഷം നമ്മുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് വെച്ച് വേണമെങ്കിലും നമുക്ക് അവരെ ഇങ്ങനെ മണത്തിപ്പിക്കാം. മനസ്സിലായോ? ഇത് സ്മെല്ല് ചെയ്യാൻ പറ്റും, നിങ്ങൾ സ്മെല്ല് ചെയ്ത് നോക്കണം, ഇത് സ്മെല്ല് ചെയ്യണം, അങ്ങനെയൊക്കെ പറയാം. പട്ടികളെ നമ്മൾ ഇങ്ങനെ ഓരോന്നും പറയത്തില്ലേ, ബിസ്ക്കറ്റ് എടുത്തിട്ട് കാണിക്കാം, ആ ഒരു കാറ്റഗറിയിൽ അവരെ നാണം കെടുത്തണം. കാര്യം എന്ന് വെച്ചാൽ ഈ നാണക്കേട് ഷെയിമൊക്കെ സഹിച്ച് ഇവര് പോയി പിറ്റേ ദിവസം ജ്യൂസ് അടിച്ചു വരണം. ഈ 2000 രൂപയുടെ ടാർഗറ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന മെന്റൽ സ്ട്രെസ്സാണത്. മനസ്സിലായി? ഒരു ദിവസം എനിക്ക് ഒട്ടും വയ്യാതെ ഞാൻ ഇങ്ങനെ പോയി, എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു, ഞാൻ ഒട്ടും വയ്യാതെ പോയിട്ട് ഞാൻ വന്ന് വീണു. എനിക്ക് അറിയില്ല, ഈ സ്ഥലം ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ പോയിട്ട് വരുന്ന സമയത്ത് ഞാനൊരു കോതമംഗലം റൂട്ട് എങ്ങോണ്ടോ ആണ്, എനിക്ക് ശരിക്കും ഇപ്പോഴും അറിയില്ല കേട്ടോ ആ സ്ഥലം. ഏതൊക്കെയോ മലയിലും അതിലും ഇതിലും കൂടെ ഇവരാകെ 75 രൂപയെ ഡെയിലി നമുക്ക് തരുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി. അതും നമ്മൾ ഈ സാധനം വിറ്റ പൈസയിൽ നിന്ന് മാത്രമേ എടുക്കാവൂ, അന്നൊന്നും വിറ്റില്ലെങ്കിൽ നമ്മൾ പട്ടിണിയാ. പിന്നെ ഇവര് തരുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ കുറേ വെജിറ്റബിളിന്റെ വേസ്റ്റ് ഒക്കെ വാരിയെടുത്ത് കുറെ ഇങ്ങനെ സാമ്പാർ പോലെ വെച്ച് തരും. അതാണ് ഈ രാത്രിയിലും ഈ രാവിലെയിലും നമുക്ക് തന്നു വിടുന്നത്. ഈ നോമ്പ് കാലത്ത് വരെ പാവം പിടിച്ച് നോമ്പും പിടിച്ചിട്ട് വരെ ഈ ആൾക്കാര്, മുസ്ലിം ആൾക്കാര് പോയിരുന്ന് നോമ്പും പിടിച്ചിട്ട് വന്ന് അവർ ഈ 200 രൂപ 2000 രൂപ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോയിട്ട് വരുന്ന ഓരോ ആൾക്കാരും ഉണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിൽ. പോരാത്തതിന് ഞാൻ പോയ സമയത്ത് ഞാൻ വന്ന് വീണിട്ട് എനിക്ക് ഒട്ടും വയ്യാതെ ഞാൻ കാലും കയ്യും ഒക്കെ മുറിഞ്ഞു വരുവാ. വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അവിടെ വെച്ച് തന്നെ ആൾക്കാരൊക്കെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. ഇവര് ഫോണ് തരത്തേ ഇല്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് വിളിച്ച് സംസാരിക്കാൻ ഇവര് നിൽക്കും. 2 മിനിറ്റോ 3 മിനിറ്റോ മാത്രം ഇവര് നമ്മുടെ കൂടെ നിന്നിട്ട് പറയും സംസാരിച്ചു, ഇവര് സേഫാണ്, കുട്ടി സേഫാണ്. നമ്മളടുത്ത് സംസാരിക്കുന്നേക്കാളും കൂടുതൽ ഇവര് വാങ്ങിച്ച് സംസാരിക്കുക. ഒന്നും പേടിക്കാനില്ല അമ്മ, സുഖമാണ്, സേഫാണ്, സന്തോഷമാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവരങ്ങ് പറഞ്ഞിട്ട് അവര് ഫോൺ വെക്കുക. നമ്മുടെ കയ്യിൽ ഫോൺ തരത്തേ ഇല്ല. പിന്നെ നമ്മൾ പെട്ടുപോകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഡോക്യുമെന്റ്സിന്റെ ഒറിജിനൽ ഒക്കെ നമ്മൾ അവിടെ കൊടുക്കും. നമ്മുടെ 10th സർട്ടിഫിക്കറ്റാ വാങ്ങുന്നത്. നമ്മുടെ 10th ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മേടിക്കും. പിന്നെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഊരി മേടിക്കുന്ന ഗോൾഡ്, സ്വർണം നമ്മൾ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അതൊക്കെ അവിടെ ഊരി കൊടുക്കണം. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവർ നമ്മുടെ കയ്യിൽ റിട്ടേൺ തരും. പിന്നെ നമ്മൾ ഫോൺ കൊണ്ടുപോവാണെങ്കിൽ ഫോൺ അവിടെ കൊടുക്കണം. നമ്മൾ തിരിച്ചെന്നാണോ നാട്ടിലോട്ട് വരുന്നത് അന്ന് അവര് നമുക്ക് റിട്ടേൺ തരും. അങ്ങനെയായി. താല്പര്യമില്ലെങ്കിൽ നമുക്കിപ്പം ബുദ്ധിമുട്ടായിട്ട് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് താല്പര്യമില്ലെങ്കിൽ അവിടെ നിന്ന് പോകാൻ പറ്റത്തില്ലേ? ഇല്ല, നമ്മൾ ഒരു മാസത്തേക്ക് അവര് ആ സർട്ടിഫിക്കറ്റ് തരത്തില്ല. ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറെ നമ്മൾ പോകുമ്പോ തന്നെ ഏതാണ്ടൊക്കെ എഴുതിയൊക്കെ ഒപ്പിട്ടൊക്കെ മേടിക്കും. നമ്മൾ ആ പോവാനുള്ള സാധനത്തിൽ അതങ്ങ് ഒപ്പിട്ടങ്ങ് കൊടുക്കുകയും ചെയ്യും. പിന്നെയാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഇതൊരു ട്രാപ്പാണ്, ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പരിപാടി. ഇവർ ഒരിക്കലും ഇന്റർവ്യൂവിൽ പറയില്ല ഫീൽഡിൽ പോകുന്നതാ, ഇത്രയും രൂപ ടാർഗറ്റ് ഉണ്ട്, ഇത്രയും രൂപ ചെയ്തിട്ട് വന്നാലേ ഇത്. ചേട്ടാ, ഞാൻ അവിടെ 4 മാസം വർക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന
1000 രൂപയാണ്. അതല്ലാണ്ട് 1 രൂപ പോലും ഇവർ തന്നില്ല. പക്ഷെ ആ അഡ്വർടൈസ്മെന്റിൽ കൊടുത്തിരുന്നത് 9000 രൂപയാണ് പെർ മാസം സാലറി എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. പക്ഷെ എനിക്ക് 1100 രൂപ എങ്ങാണ്ടോ നാട്ടിൽ പോകാൻ വേണ്ടി തന്ന. ആ 100 രൂപ അന്നത്തെ ദിവസത്തെ ഫുഡ് കഴിക്കാൻ തന്നതാ. 1000 രൂപ എനിക്ക് ബസ് ഫെയറിന് വേണ്ടി തന്നു വിട്ടതാ. അതല്ലാതെ ഇവര് 1 രൂപ പോലും തന്നിട്ടില്ല. ഞാൻ ഇനി എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോയതിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ കരഞ്ഞ് കാല് പിടിച്ചതിന് ശേഷം ഇവർ എന്റെ സർട്ടിഫിക്കറ്റ് തന്നത്. അതുവരെ തന്നില്ല. അപ്പോഴാണ് എന്റെ ഗോൾഡും അവർ തന്നെ, എന്റെ മാല, ബ്രേസ്ലെറ്റ്, മോതിരം ഒക്കെ തന്നത്. ഞാൻ 1 മാസം കഴിഞ്ഞ് വീണ്ടും എന്റെ അനിയനുമായിട്ടാ പോകുന്നത്. അനിയനുമായിട്ട് പോയതിന് ശേഷമാണ് അവർ അതൊക്കെ എനിക്ക് തരുന്നത്. ഇതിന് വേറെ ഒരു കാര്യമുണ്ട്. ഇവരെന്നെ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ട് പറഞ്ഞു വിട്ടു. ഇവരുടെ ഒരു മാനേജർ എന്നെ എവിടെയോ കൊണ്ടുപോയി ഇറക്കി വിട്ടിട്ട് പറഞ്ഞു, ഇവിടെ പോയി ജ്യൂസ് അടിച്ചിട്ട് വാ, 2000 രൂപയ്ക്ക് ടാർഗറ്റ് അടിച്ചിട്ട് വന്നു. ചേട്ടാ, അന്നത്തെ ദിവസം എനിക്ക് സംഭവിച്ചതാണ് ഞാൻ ഇപ്പൊ ഈ ഒരു കാര്യം പറയാനുള്ള മെയിൻ കാരണം. ഞാൻ പോയ സ്ഥലം എനിക്കറിയില്ല, എന്റെ കയ്യിൽ ഫോണില്ല, അയൽവക്കം ഒന്നും, വീടില്ല. ഒരു സ്ഥലത്ത് പോയി ഒരു കള്ളുടിയൻ ചേട്ടന്റെ വീട്ടിലോട്ടാണ് ഞാൻ കേറി പോകുന്നത്. അയാൾ എന്നെ കയറി പിടിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്തിട്ടും വിടുന്നില്ല. ഇയാളുടെ കാല് കൊണ്ട് ഇയാൾ എന്നെ മടക്കി വെച്ചേക്കുവാ. എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അയാളൊരു പ്രാന്തനാന്നാ പിന്നെ ഓടി രക്ഷപ്പെട്ട സമയത്ത് അയൽവക്കക്കാര് പറഞ്ഞു. ഇന്നും എനിക്കതൊരു ട്രോമയാണ്. കാരണം അയാൾ എന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, അയാൾ എന്നെ പീഡിപ്പിച്ചിരുന്നെങ്കിൽ എന്റെ ഫ്യൂച്ചർ പോയേനേട്ടാ. ഞാൻ ജീവൻ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയതാ ചേട്ടാ. ദൈവത്തെ ഓർത്ത് ഇപ്പോഴും എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം എന്റെ വീട് ഇപ്പൊ ആലുവയില, ഞാൻ ഇപ്പൊ ആലുവയിലാ താമസിക്കുന്നത്. ഇപ്പോഴും പെമ്പിള്ളേര് വരുന്നുണ്ട്. ഒരുപാട് പേരുടെ ജീവിതം അവിടെ സാക്രിഫൈസ് ആയിക്കൊണ്ടിരിക്കുവാണ്. ദൈവത്തെ ഓർത്ത് ഇത് നാട്ടുകാരെ അറിയിച്ച് എങ്ങനെയെങ്കിലും ഇതിനൊരു പ്രതിവിധി എടുക്കണം. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അച്ചിട്ട് ശരിയാ. ഇവിടെ എന്ത് കേസ് വന്നാലും അവർ പൈസ കൊടുത്ത് ഒതുക്കും. കാരണം ഒരു ചേട്ടൻ ആലോചിച്ച് നോക്കി, ഒരു പേഴ്സൺ 2000 രൂപ എവിടെ പോയാൽ കിട്ടും? ഒരു പേഴ്സൺ 2000 രൂപ രാവിലെ തൊട്ട് 7 മണി വരെ കുത്തിയിരുത്തി ചെലവാക്കി കൊണ്ടുവരുന്ന പൈസ വെച്ചാണ് അവർ തിന്നുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ കോടികൾ ഉണ്ടാവും. ഇങ്ങനെ ഒരു 10 പേരെ പറഞ്ഞു വിട്ടാൽ പോലും അവരുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാവും. ആ പൈസ വെച്ച് വരുന്ന കേസ് മൊത്തം ഇവര് പറഞ്ഞു ഒതുക്കി തീർക്കുക. ദൈവത്തെ ഓർത്ത് ഇത് നിയമത്തിൽ കൊണ്ടുവരണം. ഇതിന് ഇത് പേര് പറഞ്ഞ് എന്ത് ഇതുണ്ടെങ്കിലും ഞാൻ എന്റെ ഫോട്ടോ സഹിതം വെച്ച് പറഞ്ഞോ, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ഏത് എന്ത് ഇത് വന്നാലും അത് നിയമപരമായിട്ട് നേരിടാം. എനിക്ക് ഇപ്പൊ അത് പറയാനുള്ള ഇതെന്ന് വെച്ചാൽ, റീസെന്റ് ഒരാഴ്ചക്ക് മുമ്പ് ഇതുപോലെ ഒരു കൊച്ചു വന്ന് എന്റെ വീട്ടിൽ തല കറങ്ങി വീണ്. എവിടെ നിന്നാ ചോദിച്ചപ്പോ കോതമംഗലത്ത് നിന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു കൊച്ചെ, ഇങ്ങനെയൊന്നും വരരുത്, ഇതാ എനിക്ക് പറ്റിയത്, ദൈവത്തെ ഓർത്ത് വരരുതെന്നൊക്കെ പറഞ്ഞു വിട്ട്. അപ്പൊ ആ കൊച്ചു എന്റെ അടുത്ത് പറയുക, ചേച്ചി, എനിക്ക് ഒന്നിനും നിവർത്തിയില്ലാതെ, ഞാൻ നിവർത്തിയില്ലാത്ത വീട്ടിൽ നിന്ന് വരുന്നതാ. എന്റെ അപ്പനും അമ്മയും വേർപിരിഞ്ഞു പോയി, എനിക്ക് വേറെ വഴിയില്ല, ഇവരെന്നെ മാനേജർ ആക്കാന്നാ പറഞ്ഞ. ഞാൻ ഇതൊരു 6-7 മാസമായി. കുറച്ച് ദിവസം കൂടെ സ്ട്രഗിൾ ചെയ്താൽ ചിലപ്പോൾ മാനേജർ ആവാൻ പറ്റിയാലോ. ഇതൊരു ഹോപ്പാണ്. അവര് നമ്മുടെ നിവൃത്തികേട് വെച്ച് ബിസിനസ് ആക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് ആരെങ്കിലും പറയുവാണെങ്കിൽ അവർ ഉറപ്പായിട്ടും അവരെ എങ്ങനെയെങ്കിലും, ഇത് മുമ്പും കേസായിട്ടുണ്ട് ചേട്ടാ. ഇതൊരു 3-4 വർഷം മുമ്പ് ഇവരുടെ എല്ലാ കേസും എടുത്തു വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിനു മുമ്പും ഇത് കേസായിട്ടുണ്ട്. എനിക്ക് ഇൻസ്റ്റയിൽ ഒരു ബ്രോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എടാ നീയും അവിടെയല്ലേ വർക്ക് ചെയ്തിട്ടുള്ളേ, ഞാനും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഈ വിജയകുമാറിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, കോടതിയിൽ വന്ന് പറയാമോ എന്ന് പറഞ്ഞിട്ട്. അന്നേരം ഞാൻ എന്റെ ട്രെയിനിങ്ങിൽ നിൽക്കുമായിരുന്നു. അത് കാരണം എനിക്ക് അവിടെ പോവാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഇനി എന്ത് പ്രശ്നം വന്നാലും ഞാൻ അത് നേരിടാൻ തയ്യാറാണ്. അയാളുടെ പേര് വിജയകുമാർ എന്ന, അയാളുടെ കോണ്ടാക്ട് നമ്പർ സഹിതം എന്റെ കയ്യിലുണ്ട്, ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. അയാളെ വെറുതെ വിടരുത്. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുവാണെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അയച്ചേക്കണം. അപ്പൊ ഞാനൊരു കാര്യം കൂടി ചോദിക്കുന്നത്, ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായിട്ട് ഇതെല്ലാം സംഭവിച്ചു, ഇത്രയും ബുദ്ധിമുട്ടൊക്കെ സംഭവിച്ചു, അതിനുശേഷം ഒരു ലീഗലായിട്ടുള്ള ഒരു കാര്യങ്ങൾ മൂവ് ചെയ്യാൻ വേണ്ടി ബ്രോ എന്താ സംഭവം എന്ന് വെച്ചാൽ, ആ സമയത്ത് ഞാൻ കുഞ്ഞായിരുന്നു ബ്രോ. +2 കഴിഞ്ഞതേ ഉള്ളൂ. എനിക്ക് മേബി ഒരു 18 വയസ്സിന്റെ അകത്തേ ആവുള്ളൂ. ആ സമയത്താണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അത് മാത്രമല്ല, അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയും ആക്റ്റീവ് അല്ല, പോലീസുകാരോ പരമായിട്ടൊരു ആക്റ്റീവും അല്ല. അഥവാ പോവുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര റിച്ച് ആയിരിക്കണം, എങ്കിൽ മാത്രം ഇങ്ങനെ ഒരു കമ്പനിക്ക് നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിനുള്ള സാമ്പത്തികവും എനിക്കില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ആസ് എ ഇൻഫ്ലുവൻസർ എനിക്കൊരു റീലിട്ട് എനിക്ക് നാട്ടുകാരെ എന്തെങ്കിലും പറയാം, എന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് എന്തെങ്കിലും എനിക്ക് പറയുമെങ്കിലും ചെയ്യാം. പക്ഷെ അന്ന് ഞാൻ ബിഗ് സീറോയായിരുന്നു. ബിഗ് സീറോയിൽ ഇരിക്കുന്ന ഒരു പേഴ്സന്റെ അവസ്ഥ മനസ്സിലാക്കണം. ഒരു കമ്പനിക്കെതിരെ ഞാൻ സൗണ്ട് വെക്കുവാണെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വല്ല ടെററിസ്റ്റ് ആണെന്ന് വരെ ഇവര് പറഞ്ഞു പരത്തും. അതുകൊണ്ടുള്ള പേടിയില്ല ഞാൻ ഒന്നും മിണ്ടാത്തത്. പക്ഷെ ഇന്നാണെങ്കിൽ ആ ബാധിക്കപ്പെട്ടവരുടെ തന്നെ ഒരുപാട് പേരുടെ വീഡിയോസ് അത് ഇതൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല, ഞാനൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ റീൽ ഇട്ട സമയത്ത് അതിന്റെ കമന്റ് ബോക്സിൽ തന്നെ മാക്സിമം ഒരു
15 പേരും ആൾക്കാര് അവരുടെ അവരനുഭവിച്ച കഷ്ടപ്പാടും വിഷമവും വന്ന് പറഞ്ഞിട്ടുണ്ട് ആ കമന്റില്. ചേട്ടൻ എടുത്തു നോക്കിയാൽ അറിയാം. ഞാൻ റീസെന്റ് ഇട്ട വീഡിയോയില് ഞാൻ അത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് ഇപ്പൊ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ എന്തായാലും ഞാനത് പബ്ലിഷ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല, ഇത് പബ്ലിഷ് ചെയ്യണം. അയാൾ ആ മൃഗത്തിന്റെ ഇത് പുറത്ത് വരണം തീർച്ചയായും. ഒരു കാര്യം കൂടെ, ഒരൊറ്റ കാര്യം കൂടെ, ഈ സ്ഥലത്ത് താമസിച്ചു എന്ന് പറഞ്ഞ ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് സെക്ഷൽ ആയിട്ടുള്ള രീതിയിലുള്ള അബ്യൂസ് വല്ലതും ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ പെൺപിള്ളേർക്ക്? അതോ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ അറിയോ? എനിക്ക് ഉണ്ടായിട്ടില്ല. ഈ പല പെൺപിള്ളേരും കാരണം പറയാതെയാ പോകുന്നത്. ചിലപ്പോ ആ സമയത്ത് അത് ഭയങ്കര നാണക്കേടായിരുന്നു, മനസ്സിലായോ? ഒരു ഡ്രസ്സ് പോലും ഭയങ്കര നാണക്കേടായിരുന്നു. ഞാൻ അവിടെ നിന്ന സമയത്ത് എനിക്ക് ആ സാറിന്റെ കയ്യിൽ നിന്നൊന്നും സെക്ഷലി ഒരു അബ്യൂസും വന്നിട്ടില്ല. പക്ഷെ ഫീൽഡിൽ പോയാൽ 100% വരും. കാരണം ഞാൻ ട്രെയിനി ആയിട്ട് വേറൊരു കൊച്ചിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു 4 month അവിടെ നിന്നിട്ടുണ്ട്. എന്റെ അണ്ടറിൽ തന്നെ ഒരു ട്രെയിനി ആയിട്ടൊരു കൊച്ചിനെ വിട്ട സമയത്ത് ആ കൊച്ചിനെ പിടിച്ച് ആരോ ഇങ്ങനെ ഉമ്മ വയ്ക്കും എന്തോ ചെയ്തു കേട്ടോ. ആ കൊച്ചു ഓടിയ എന്റെ അടുത്ത് വന്നത്. ഒന്നും ചെയ്യത്തില്ല. നമ്മൾ പോയി പറയുവാണെങ്കിൽ ഒന്നും പറയത്തില്ല. അവര് പറയുന്നത് നമ്മള് മെന്റലി സ്ട്രോങ് ആവും, നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ആ ഒരു സംഭവം കിട്ടും. അത് പോട്ടെ ഏട്ടാ. വേറെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഗോൾഡ് മാല ഇട്ടിട്ട് പോയി. ആ സമയത്ത് ആനിക്കാട്, എന്റെ ഒരു ഓർമ്മയിൽ ആനിക്കാട് ആ സ്ഥലത്ത് വെച്ച് ആരോ പിടിച്ചു പൊട്ടിച്ചോണ്ട് പോയി. അന്ന് ഈ CCTV ഒന്നും അത്ര വലിയ സംഭവം അല്ലാത്ത സമയമാ. അപ്പൊ ആരോ പൊട്ടിച്ചോണ്ട് പോയി, എന്റെ കഴുത്തിൽ മുറിഞ്ഞു. പിറ്റേ ദിവസം വന്നപ്പോ ഈ പുള്ളി എന്നെ വിളിച്ചിരുന്ന് കഥാപ്രസംഗം നടത്തുക. സാറേ ഈ ഇത് പൊട്ടിച്ചോണ്ട് പോയി, ആരാന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നിട്ട് തന്നെ ഒരാളുടെ ഫോൺ വാങ്ങിച്ച് വിളിക്കുവാണ്. അപ്പൊ ഈ പുള്ളിക്കാരൻ നേരെ ഇങ്ങോട്ട് ഓഫീസിലോട്ട് വാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ കുറെ ചീത്ത പറയുക. നീ എന്തിനാ ഫീൽഡിൽ പോകുന്ന സമയത്ത് സ്വർണ്ണമാല ഇട്ടോണ്ട് പോകുന്നേ? സകലത് ഊരിയെന്ന് പറഞ്ഞ എല്ലാം ഊരി മേടിച്ചിട്ട് അയാൾ പറയുക, നിങ്ങൾ ഇട്ടിട്ട് പോയിട്ടല്ലേ, നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലേ ഇട്ടിട്ട് പോകുന്ന. പക്ഷെ അതിനെതിരെ ഒരു പോലീസ് കംപ്ലൈന്റോ അല്ലെങ്കിൽ ആ മാല റിക്കവർ ചെയ്ത് തരുവോ, നിനക്ക് എന്തെങ്കിലും പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ, അങ്ങനെ യാതൊരു ഇതും ആ പുള്ളിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഫീൽഡിൽ പോകുന്ന പെൺപിള്ളേര്, ആൺപിള്ളേരെ എന്ന് പറയുമ്പോൾ ആരും പിടിച്ചു വലിക്കുക, ഉമ്മ വയ്ക്കുക, കെട്ടിപ്പിടിക്കുക, അങ്ങനെ ഫിസിക്കലി ടോർച്ചർ ചെയ്യൂലല്ലോ ചേട്ടാ. അതുകൊണ്ട് അവരുടെ ഇത് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ പെണ്ണുങ്ങളെ എന്ന് പറയാൻ എവിടെയെങ്കിലും കയറി പിടിച്ചാൽ മതി, അത് അബ്യൂസ് ആണ്. അത് ഇവര് മനസ്സിലാക്കുന്നില്ല. അവര് മനസ്സിലാക്കുന്ന അത് നിസ്സഹായ അവസ്ഥയാണ്. ഇവര് നമ്മളെ വിട്ടുകൊടുത്ത് തിന്നുവാ ചേട്ടാ. മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ട്രോമ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ടോ? ആ ഒരു പഴയ കാലം എനിക്ക് ഇപ്പോഴും ആരെങ്കിലും എന്റെ എതിരെ വരുമ്പോഴത്തേക്ക് എന്റെ മെന്റലി എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ആണ്. കാര്യം എന്ന് വെച്ചാൽ ഇവർ എന്തെങ്കിലും എവിടെയെങ്കിലും കയറി പിടിക്കാനാണോ വരുന്നതെന്ന് വിചാരിക്കും. അങ്ങനത്തെ പേടി ഞാൻ മാത്രമല്ല, എനിക്കറിയാം, ഇപ്പോഴും അറിയാം. റംഷി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി അവിടെ ഉണ്ടായിരുന്നു, എന്റെ സീനിയർ ആയിരുന്നു. റംഷി എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് എനിക്ക് ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള നല്ല പാട്ട് പാടാൻ കഴിവുള്ള ഒരു ചേച്ചി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവരൊക്കെ സാക്രിഫൈസ് ചെയ്ത് നിൽക്കുക. ഒരിക്കലും അവർ പുറത്ത് വന്ന് പറയത്തില്ല. കാരണം അവർ ഈ ഫീൽഡിൽ തന്നെ മാനേജറായി പോകാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്. പുള്ളിക്കാരി എന്റെ കണ്ണു മുമ്പിൽ വെച്ച് ഒരു ചേട്ടൻ സൈക്കിളിൽ വന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പോയത് ഞാൻ അപ്പോ അങ്ങനെ ഒരുപാട് ഫേസ് ചെയ്തതാണ്. 4 month നിന്നുള്ളൂ. അപ്പൊ ആലോചിച്ച് നോക്കിയേ, വർഷങ്ങളോളം നിന്നവരുടെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഇവരൊന്നും ചെയ്തു തരത്തില്ല നമുക്ക്. നമ്മൾ മെന്റലിയോ ഫിസിക്കലിയോ ടോർച്ചർ ചെയ്യോ ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ സ്ട്രോങ് ആവാനുള്ള ഒരു ഇതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഫീൽഡിൽ പോകുമ്പോൾ കിട്ടുന്നത് എന്നാണ് ഇവർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്നും വേണ്ട ഏട്ടാ, ഇപ്പൊ എന്തെങ്കിലും ഒരു ടാർഗറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ബെൽറ്റ് ഇല്ലേ, ഈ പട്ടിക്കിടുന്ന ബെൽറ്റ് ഇല്ലേ, ആ ബെൽറ്റ് എടുത്ത് കഴുത്തി കൂടെ ഇങ്ങനെ ഇട്ട് തന്നിട്ട് വേറൊരാളെ കൊണ്ട്, നീ ജ്യൂസ് അടിച്ച ആളെ കൊണ്ട് ഇങ്ങനെ ഇട്ട് പട്ടി ആ ഒരു സാധനം ഇട്ട്, അങ്ങനത്തെ വൃത്തികെട്ട കമ്പനി എന്റെ ലൈഫിൽ സേവന. അതെ, ഇത് സേവന. ഈ സേവന എന്ന പല പേരിലുണ്ട്. എന്തോ അവരുടെ കറി പൗഡറിനെ അമ്മ എന്ന പേരിലാ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം സേവനയെന്നായിരുന്നു, പിന്നെ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് കൺവേർട്ട് ചെയ്ത് അമ്മയിലോട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ പല പേരുകളിലാണ് ഇവരെ അറിയപ്പെടുന്നത്. കാരണം ഇവരെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതൊരു വലിയ ഗ്യാങ്ങാ. ഓരോരുത്തരുടെ അണ്ടറിൽ ഓരോരുത്തർ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവര് ആരൊക്കെയാണ് എനിക്കറിയാവുന്ന അയാളെ മാത്രമാണ്. അയാളുടെ കീഴിൽ ഇത്രയും പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു രാജേഷ്, വിഷ്ണു, പിന്നെ സൗമ്യ, ഈ റംഷി, പിന്നെ ഈ പുള്ളി, ഇവരെയൊക്കെയാണ് എന്റെ മെമ്മറിയിലുള്ളത്. ബാക്കിയൊക്കെ ട്രെയിനിങ് എന്നെ പോലെ പെട്ടുപോയിട്ടുള്ള. ഇതിപ്പോ എന്തായിരുന്നാലും ഇത് കേൾക്കുന്ന ആൾക്കാരടുത്ത് തീർച്ചയായിട്ടും ഞാനത് വ്യക്തമായിട്ട് പറയാം. എന്തായാലും വളരെ സന്തോഷം കേട്ടോ ഇത് ഇത്രയും പറഞ്ഞതിന്. അതുപോലെ തന്നെ ആ ഒരു അവസ്ഥയെ കുറിച്ച് എനിക്ക് മനസ്സിലാവും. ഇനി എന്തായാലും ഇത് ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം കേട്ടോ.
ബാക്കി എന്തെങ്കിലുമൊക്കെ വരുവാണല്ലോ. ഓക്കെ, എന്തായാലും ഞാൻ അത് ഔട്ട് വിടും. ഓക്കെ, ഞാൻ ബാക്കി ഞാൻ സംസാരിച്ചോളാം. ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ ഞാനത് കൂടുതൽ സംസാരിക്കാത്തതെന്ന് വെച്ചാൽ ആ കുട്ടി ഒന്നാമത് സംസാരിക്കുന്നിടയ്ക്ക് തന്നെ ആ ഒരു വിറച്ചിലൊക്കെ വരുന്നുണ്ട്. ഒരു മാനസികമായിട്ടൊക്കെ ആ ഒരു ഹോണ്ട് ചെയ്യുന്ന ആ ഒരു കാര്യമൊക്കെ എടുത്തുവെച്ച് പറയുമ്പോൾ തന്നെ എൻ്റെ ശബ്ദം ഷിവർ ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു കുട്ടിയെ മെൻ്റലി ഇങ്ങനെ എടുത്തുവെച്ച് സംസാരിപ്പിക്കുന്ന അത്ര നല്ല പരിപാടിയല്ല. പക്ഷേ ആ കുട്ടി പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കണം. ഇത് കൂടുതൽ ആൾക്കാരെ ഇവർ ഇങ്ങനെ ഉപദ്രവിക്കാനും അല്ലെങ്കിൽ നശിപ്പിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ അനുവദിക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ്. ഞാൻ എന്തായിരുന്നാലും ആ കുട്ടിയുടെ ആ ഒരു വീഡിയോയും കൂടെ ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം. എന്താണെന്നുള്ള കാര്യം അതും കൂടെ നമുക്ക് നോക്കാമല്ലോ, എന്താ സംഭവിച്ചെന്നുള്ള കാര്യം. ഒരു ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു ഇരയും കൂടെയാണ് ഞാൻ ഇപ്പൊ ഇത് പറയാനുള്ള കാര്യം. എന്നെ പോലെ തന്നെ അറിയില്ലാതെ പോയി ചാടി കൊടുത്ത പല ആൾക്കാരും ആ ഒരു കമ്പനിയിൽ ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെ ഒരു ന്യൂസ് വന്നത് ഫേക്ക് ആണെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞത് ഇത് സത്യമാണ്. ഇതിൽ ഞാനൊരു ഇരയാണ്. ഞാൻ അന്ന് +2 പഠിക്കുന്ന സമയത്ത് ഒരു പത്രത്തിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ്, +2 കഴിഞ്ഞ സമയത്ത് പത്രത്തിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ജോലിയുടെ കാര്യമായിട്ട് പോകുന്നത്. ഒരു പാർട്ട് ടൈം എങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇപ്പോഴല്ല, കുറേ വർഷം മുമ്പ്. അന്നേരം ഈ കമ്പനി മൂവാറ്റുപുഴയിലാണ്. ഈ നിർമ്മല കോളേജിന്റെയൊക്കെ ഇപ്പുറത്ത് ആദ്യമായിട്ടാണ് ഞാൻ എറണാകുളത്ത് വരുന്ന സമയമാണ് കേട്ടോ. ഇതുവഴിയാണ് ഞാൻ എറണാകുളത്തോട്ട് വരുന്നത്. അന്നേരം ഈ കമ്പനിയിലെ സേവന എന്ന പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എന്തോ ഹിന്ദുസ്ഥാൻ പവർ അങ്ങനെ എന്തോ ഒരു കമ്പനിയാണ്. വിജയകുമാർ എന്ന് പറയുന്ന ഒരു അന്നേരം ആ ഹെഡ് എന്ന് പറയുമ്പോൾ വിജയകുമാർ സാർ ആയിരുന്നു. അയാളുടെ അണ്ടറിലായിരുന്നു ഞങ്ങൾ കുറേ പേര്, പെണ്ണും ആണും കൂടെ. എനിക്ക് തോന്നുന്നു 10-25 പേര് ഒരു റൂം റെന്റിനെടുത്ത്, ഒരു വീട് റെന്റിനെടുത്ത് അവിടെയാണ് ഈ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പരിപാടി മീൻസ് അവിടുത്തെ ജോലിയും കാര്യങ്ങളും. ഇവർ കുറേ സാധനങ്ങൾ നമ്മളെ അടുത്ത് തരും. ഈ സാധനം കൊണ്ടുപോയി നമ്മൾ വിറ്റിട്ട് വരണം. 2000 രൂപയാണ് നമുക്കൊരു ടാർഗറ്റ് തരുന്നത്. ഈ 2000 രൂപയ്ക്കകത്ത് അടിക്കുന്നവരെ ജ്യൂസ് വിന്നർ എന്ന് പറയും. ഈ 2000 രൂപ അടിച്ചവര് ഈ ബാക്കിയുള്ള ആൾക്കാരെ എന്ത് വേണമെങ്കിലും പറയാം, തള്ളയ്ക്കും തള്ളയ്ക്കും കൂട്ടി എന്ത് തെറിയും വിളിക്കാം. അവരവിടെ നിന്ന് കേട്ടോളണം. കാരണം അവർക്ക് അത് വിന്നാവാനുള്ള ചാൻസ് ഇല്ലാത്തിടത്തോളം നമ്മൾ വിളിക്കുന്ന എല്ലാ തെറിയും കേൾക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അവരിങ്ങനെ കയ്യും കെട്ടി നിന്ന് ഇത് കേൾക്കാനുള്ള ബാധ്യസ്ഥരാണ് അവരെന്ന് പറയുന്നത്. നമുക്ക് വയ്യെങ്കിലോ നമ്മൾ ചത്തെങ്കിലോ അവർ 2000 രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ട് വന്നാലേ നമ്മൾ അതിന്റെ അകത്തോട്ട് കേട്ടുള്ളൂ. പിന്നെ അവിടുത്തെ ഫുഡെന്ന് പറയുമ്പോൾ കുറേ ആക്രിക്കടയിൽ പോലും കിട്ടത്തില്ല. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാരിക്കൊണ്ടുവന്ന് വെള്ളത്തിന്റെ അകത്ത് ഇട്ട് കലക്കി അതൊരു സാമ്പാർ പോലെ വെച്ച അതായിരുന്നു അവിടുത്തെ ഫുഡ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 3 മന്ത് ഒരു 4 മന്ത് എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്ന് ഇവർ മാനേജർ ആക്കും എന്നുള്ള ട്രെയിനിങ്ങിലാണ് നമ്മളെ ഇവിടെ ഈ സാധനമൊക്കെ വിപ്പിക്കുന്നത്. ഈ പോകുന്ന സ്ഥലത്തൊരു ഫോണ് തരത്തില്ല, നല്ലൊരു ഫുഡില്ല. 75 രൂപ എങ്ങാണ്ടോ ആണ് ഇവർ പെർ ഡേ നമുക്ക് തരുന്നത്. ആ 75 രൂപയ്ക്കകത്ത് അന്നത്തെ ദിവസത്തെ ഫുൾ ചെലവും നമ്മൾ എടുക്കണം. മാത്രമല്ല നമുക്ക് അവിടുന്ന് ഫീൽഡിൽ പോകുമ്പോൾ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇവർ ഉത്തരവാദികളല്ല. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഒരു ഉത്തരവാദിത്വം പറയില്ല. നമ്മുടെ വീട്ടിൽ ഫോൺ ചെയ്യാൻ പോലും 15 മിനിറ്റ്. അന്നേരം നമ്മുടെ കൂടെ ഏതെങ്കിലും ഒരു സ്റ്റാഫ് അവിടുത്തെ നിൽക്കും. നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. വീട്ടുകാരെ വിളിക്കാനോ അവരുടെ അടുത്ത് നമ്മുടെ കാര്യങ്ങൾ പറയാനോ ഒന്നും പറ്റത്തില്ല. നമ്മുടെ ഡ്രസ്സിങ് പോലും പിച്ചക്കാരെ പോലും കേവലത്തിലുള്ള ഡ്രസ്സിങ് ആയിരിക്കും. സത്യം പറയാം, ഈ ന്യൂസ് സത്യമാണ്, ഇത് ഫേക്ക് അല്ല. ഞാൻ അനുഭവിച്ചത് കൊണ്ട് പറയുക. ആട്ടും തുപ്പും അടിയും വഴക്കുമായിട്ടൊക്കെ ഫീൽഡിൽ പോയാൽ നമ്മൾ പീഡനത്തിന് വരെ ഇരയാവും. ദൈവത്തെ ഓർത്ത് ഇങ്ങനെ ഒരു കമ്പനിയിൽ ആരും പോയി ചാടി കൊടുക്കരുത്. ഇതിനെതിരെ നിയമപരമായിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് വേഗം എടുക്കണം. ബാക്കിയുള്ളവരെയും കൂടെ രക്ഷിക്കും. ഇതൊരു ഫേക്ക് ഫ്രോഡ് കമ്പനിയാണ്. സത്യമായിട്ടും ജെന്യുവനായിട്ട് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സ് നോക്കാം. വിജയകുമാർ ആ ഇന്നോവ ക്രിസ്റ്റയിൽ വരുന്ന തെണ്ടി, അവൻ മിക്ക ദിവസവും ഓരോ ബ്രാഞ്ചിൽ ചെന്നിട്ട് പറയും ഈ വിജയകുമാർ ഈ കമ്പനിയിൽ വരുമ്പോൾ ഒന്നുമില്ലായിരുന്നു, ഇന്ന് നിങ്ങൾ നോക്ക് ഞാൻ വരുന്നത് 25 ലക്ഷം രൂപയുടെ ഇന്നോവ ക്രിസ്റ്റയിലാണെന്ന്. അവൻ്റെ കോണത്തിലേക്ക് ഇന്നോവ ക്രിസ്റ്റ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ ആ കമൻറ്റ് ബോക്സിൽ. ഞാനും പെട്ടതാണ്, എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ഓക്കെ, ആ കമൻറ്റ് ബോക്സിലുള്ളതാണ്. ഞാനും പെടേണ്ടതാണ്. ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്, നല്ല തെറി വിളിച്ചിട്ട് ഇറങ്ങിപ്പോന്നു. വീട്ടിൽ ഇതുപോലെ ഓരോന്ന് വിൽക്കാൻ വരുന്ന പിള്ളേരോട് ഞാൻ കുറേ ഉപദേശിക്കും. പലർക്കും മനസ്സിലാവില്ല. നമ്മളൊക്കെ വീടുകളിൽ വളരെ ഭാണ്ഡമായിട്ടുള്ള സാധനങ്ങൾ വച്ച് കെട്ടിക്കൊണ്ട് വരുന്നില്ലേ ആ പാവപ്പെട്ട കുട്ടികളെ, ഇതുപോലെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അങ്ങാടിത്തെരു എന്നുള്ള സിനിമയ്ക്കകത്ത് ആ ഒരു മറ്റേ ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ കാണിച്ചിരുന്നില്ലേ? അതിനെക്കാട്ടി ക്രൂരമാണ് നമ്മുടെ സ്വന്തം ദൈവത്തിൻ്റെ നാട്ടിൽ നടക്കുന്ന പരിപാടി. ഇതൊരു വമ്പൻ സ്കാമാണ് നമ്മുടെ മുമ്പിൽ നടക്കുന്നത്. ഞാനും പോയിട്ടുണ്ട്, ഫുൾ ഉടായ്പാണ് ഇവർ എന്നൊക്കെ. വല്ല കാര്യം ഉണ്ടായിരുന്നൊക്കെ ചോദിക്കും, എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നതൊക്കെ പറഞ്ഞിട്ട്. അവിടെ ഇതിനകത്ത് വേറെ കമന്റ് ഉണ്ട്, കഴിഞ്ഞ ദിവസത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ട്, പോലീസിൽ പരാതി നൽകണം എന്നുള്ള കാര്യം. ഇത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് ഇത് കൊണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് ചില സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ
ചേട്ടാ ബോണസ് തികയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം ടാർഗറ്റ് തികയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 100 രൂപയ്ക്കുള്ള സാധനം എടുക്കും, ഒരു 50 രൂപയ്ക്കുള്ള സാധനം എടുക്കും, വളരെ മുഷിഞ്ഞ വേഷത്തിൽ വേർത്തൊലിച്ച് അവർ കയറി വരുന്ന സമയത്ത് നമുക്ക് ഒരു സാധനം വേണ്ട എങ്കിൽ പോലും നമ്മുടെ എന്തെങ്കിലുമൊക്കെ വാങ്ങും. പക്ഷേ ഇന്ന് വരെ എൻ്റെ മനസ്സിൻ്റെ 7 അയലത്തൂടെ പോലും ഈ ഒരു സാധനം പോയിട്ടില്ല, എൻ്റെ ചിന്തയിൽ പോലും പോയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ കണക്കിന് നമ്മൾ ബുക്ക് കൊണ്ട് നടന്ന് വീടുകളിൽ കൊണ്ട് നടന്ന് കച്ചവടം നടത്തിയിട്ടുണ്ട്. ആലപ്പുഴ, തുറവൂർ, പിന്നെ എന്താ പറയുക, ആലപ്പുഴയുടെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ അവിടെ പോയിട്ട് ക്യാമ്പ് ചെയ്തിട്ടൊക്കെ ബുക്ക് സെയില്, ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ ഇങ്ങനെ കൊണ്ട് നടന്ന് വിൽക്കുന്ന സംഭവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പഴയ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ എൻജോയ് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ ഇത് എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. കാരണം ഇങ്ങനെയൊക്കെയുള്ള ആ ടാർഗറ്റിന് വേണ്ടിയിട്ട് അവർ പിന്നെ പട്ടിയെ പോലെ ആക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്യുക. പെൺകുട്ടികൾ ആ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ മറ്റുള്ളവരാൽ അബ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ചോദിക്കാതിരിക്കുക, അവരുടെ ഗോൾഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൈവശം വെച്ചേക്കുക, പിന്നെ അവരൊരുമാതിരി അടിമയെ പോലെ പണിയെടുപ്പിക്കുക. ആ കുട്ടി തന്നെ പറയുമ്പോൾ ഷിവറിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ അതുകൊണ്ടാണ് കട്ട് ചെയ്തത്. ഒരുപാട് പറയിപ്പിക്കാമായിരുന്നു, പക്ഷേ അത് ചെയ്യുന്നത് ഏറ്റവും വലിയ മോശപ്പെട്ട പരിപാടിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. സോ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഓരോ ഇതുപോലുള്ള ആൾക്കാരോട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ശരിക്കും പെട്ടുപോയിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കേരളത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. അത് വെച്ചിട്ട് കോടികൾ, ഇവരെ വിറ്റ് തിന്നുന്ന കോടികൾ, വെറും പട്ടികൾ അവന്മാർ ഇത് വെച്ച് തിന്നുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ എന്തായിരുന്നാലും ഇതൊരു വലിയൊരു ബിഗ് സ്കാം ആണ് എന്നുള്ളൊരു കാര്യം. നമ്മളിപ്പോൾ ലോട്ടറി കച്ചവടം, മറ്റേ ഓൺലൈൻ പരിപാടികളൊക്കെ പറയുമല്ലോ, ഓൺലൈൻ സ്കാം, അതിനെക്കാട്ടിലും വലിയ ഓഫ്ലൈൻ വളരെ വലിയൊരു സ്കാമാണ് ഈ പരിപാടി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്തായിരുന്നാലും ഇതിൽ ഈ ഒരു വീഡിയോ കാണുന്നതിൽ നിങ്ങൾ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം, മറക്കരുത്. കാരണം അത് പുതിയ ആൾക്കാർക്ക് അതിനകത്ത് പോകാതിരിക്കാനുള്ള തിരിച്ചറിവ് കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും. നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ആ കമൻറ്റ് പിൻ ചെയ്ത് വെക്കും. സോ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ബൈ.